നമുക്കൊരു ചിന്താ പരീക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. ഒന്നുമില്ലായ്മയെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ആളുകൾ സാധാരണ ശൂന്യമായ ഒരിടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ നക്ഷത്രങ്ങളോ ഗാലക്സികളോ ആറ്റങ്ങളോ വെളിച്ചമോ ഇല്ലാത്ത ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്നതായിട്ടാണ് സാധാരണ സങ്കല്പിക്കാറുള്ളത്. എന്നാൽ ആ ചിത്രത്തിന് പോലും നിങ്ങളുടെ മനസ്സിൽ ഒരു നിറമുണ്ട് അല്ലേ? കറുപ്പോ ചാരനിറമോ അല്ലെങ്കിൽ ചലന സാധ്യതയുള്ള ഒരു ശൂന്യ സ്ഥലമോ ആയിട്ടൊക്കെ തോന്നാം. എന്നാൽ നിങ്ങൾ അതിനെ സങ്കല്പിക്കുന്ന നിമിഷം നിങ്ങൾക്ക് അതിനു ചുറ്റും ഒരു സ്ഥലത്തെ സങ്കല്പിക്കുന്നുണ്ട്. ഇനി ഒരടി കൂടി മുന്നോട്ട് പോകാം. ദ്രവ്യത്തിൻ്റെ അഭാവം മാത്രമല്ല, സമയത്തിൻ്റെ അഭാവം, സ്ഥലത്തിൻ്റെ അഭാവം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. അവിടെ നീളമോ വീതിയോ സമയമോ മുന്നോട്ടോ പിന്നോട്ടോ നിൽക്കാൻ ഒരിടമോ ഉണ്ടാകരുത്. ആ ആശയം നമ്മുടെ ദൈനംദിന അനുഭവങ്ങൾക്ക് അന്യമായതിനാൽ അത് നമ്മുടെ ചിന്തകളിൽ നിലനിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പൂർണ്ണമായ ശൂന്യത എന്ന ആശയം മനുഷ്യൻ്റെ കൗതുകം പോലെ തന്നെ വളരെ പഴക്കമുള്ളതാണ്. പ്രത്യേകിച്ചും പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു. ഊർജവും കണികകളും നിറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി. ശാസ്ത്രജ്ഞർ ആ ആദ്യ നിമിഷത്തെ മഹാവിസ്ഫോടനം എന്ന് വിളിക്കുന്നു. മഹാവിസ്ഫോടനം എന്നത് ശൂന്യമായ സ്ഥലത്ത് നിന്നും ദ്രവ്യം പൊട്ടിത്തെറിച്ചതാണ് എന്ന് നമ്മൾ കരുതുന്നു. പൊട്ടിത്തെറി എന്നതിനേക്കാൾ ഒരു പെട്ടെന്നുള്ള എക്സ്പാൻഷനാണത്. എന്നാൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ അത് ദ്രവ്യത്തെയും ഊർജത്തെയും വഹിച്ചുകൊണ്ട് സ്ഥലത്തിൻ്റെ അതിവേഗത്തിലുള്ള വികാസമായിരുന്നു. നിങ്ങളുടെ ഭാവനയിൽ സമയം പിന്നോട്ട് സഞ്ചരിച്ചാൽ പ്രപഞ്ചം ചെറുതും ചൂടുള്ളതും സാന്ദ്രതയേറിയതുമായിട്ട് മാറും. ഒടുവിലെല്ലാം ഒരു ചെറിയ പ്രദേശത്തേക്ക് ഒതുങ്ങും. ഈ ആദ്യ സ്ഥാനത്തേക്ക് തിരികെ പോകുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു: അതിനു മുമ്പ് എന്ത് സംഭവിച്ചു? അത് എവിടെ നിന്ന് വന്നു? തത്വചിന്തകർക്കും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നവർക്കും ഈ ചോദ്യം പല രീതിയിൽ ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ഉത്തരങ്ങൾ വ്യാഖ്യാനിക്കാനും ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. ചില സിദ്ധാന്തങ്ങൾ അനുസരിച്ച് സമയമെന്ന രീതിയിൽ ഒരു മുൻപുണ്ടായിരുന്നിരിക്കില്ല. മറ്റു ചിലർ ഒരു മുൻ യുഗത്തെ സങ്കല്പിക്കുന്നു. ഒരുപക്ഷെ ഒരു പ്രപഞ്ചം തകരുകയും പുതിയൊന്ന് ജനിക്കുകയും ചെയ്യുന്ന ഒരു അനന്തമായ ചക്രം. എന്നാൽ ഏറ്റവും അസ്വസ്ഥാജനകമായ ഒരു ആശയം പ്രപഞ്ചം ശൂന്യതയിൽ നിന്നുണ്ടായി എന്നതാണ്. അതെങ്ങനെ സാധ്യമാകും? ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും? ഈ ചോദ്യം നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിലേക്കാണ് എത്തിക്കുന്നത്. അവിടെ ശൂന്യവും എന്തെങ്കിലും ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്നു. നമ്മൾ സയൻസ് മാഗസിൻ്റെ ഉള്ളിൽ എല്ലാ വീക്കിലും പ്രധാനപ്പെട്ട സയൻസ് ന്യൂസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഡിജിറ്റലി വായിക്കുന്നതിന് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നു. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ക്വാണ്ടം ഭൗതിക ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ശൂന്യത എന്നത് ശൂന്യമേ അല്ല. എംപ്റ്റിനെസ് ഈസ് നോട്ട് എംപ്റ്റി. ശൂന്യമെന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് പോലും ഊർജത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. കാരണം അടിസ്ഥാനപരമായി ഊർജം പൂജ്യമായി തുടരാൻ നമ്മുടെ നേച്ചർ അനുവദിക്കുന്നില്ല. ഏതെങ്കിലും സ്ഥലത്തെ മൈക്രോസ്കോപ്പിക് തലത്തിൽ പരിശോധിച്ചാൽ അവിടെ ഏറ്റക്കുറച്ചിലുകൾ അഥവാ ഫ്ലക്ച്വേഷനുകൾ കാണാം. താൽക്കാലികമായ കണികകൾ വളരെ ചെറിയ സമയത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഇത് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ തത്വത്തിൽ വരുന്ന ഒരു പ്രതിഭാസമാണ്. 1920കളിൽ വെർണർ ഹൈസൻബർഗ് രൂപീകരിച്ച ഈ ഒരു തത്വം ഒരേ സമയം കൃത്യമായി അറിയാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതിയെക്കുറിച്ചുള്ള ഒരു ഗണിതശാസ്ത്രപരമായ പ്രസ്താവനയാണ്. ഒരു ചെറിയ കണികയുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആക്കത്തെക്കുറിച്ചോ വേഗതയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഊർജവും സമയവും തമ്മിൽ സമാനമായ ബന്ധമുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഊർജത്തിന് സാധാരണ സംരക്ഷണ നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാം. ഈ വിർച്വൽ കണികകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതിനാൽ വലിയ തോതിലുള്ള ഊർജത്തിൻ്റെ കണക്കെടുപ്പിനെ ഇത് ബാധിക്കില്ല. എന്നാൽ ചെറിയ തരത്തിൽ അറിയാനും കഴിയും. ഈ ക്വാണ്ടം ഫസ്സിനസ് അല്ലെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ രംഗത്തുണ്ടാകുന്ന മാറ്റം ശാസ്ത്രജ്ഞർ മുമ്പ് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള വളരെ വലിയ വ്യതിയാനമാണ്. ന്യൂട്ടൻ്റെ ക്ലോക്ക് വർക്ക് പ്രപഞ്ചം നിലനിന്നിരുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് എത്രമാത്രം ഞെട്ടലുണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ആ ക്ലാസിക്കൽ ചിത്രത്തിൽ നിലവിലുള്ള എല്ലാ കണികകളുടെയും കൃത്യമായ സ്ഥാനങ്ങളും വേഗതയും നമുക്കറിയാമെങ്കിൽ ഭാവിയിലെയും ഭൂതകാലത്തിലെയും കാര്യങ്ങൾ കൃത്യമായി കണക്കാക്കാൻ കഴിയുമെന്ന് പറയുന്നു. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ്. ഞാനിവിടെ ഇലക്ട്രോണിനെ തിരഞ്ഞാൽ അതിനെ കണ്ടെത്താനുള്ള സാധ്യത എന്താണ്? അല്ലെങ്കിൽ ഈ താപനിലയിൽ 2 ആറ്റങ്ങൾ കൂടി ചേരാനുള്ള സാധ്യത എന്താണ്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവിടെ പ്രധാനം. ക്വാണ്ടം ലോകം ആഴത്തിൽ അവസരങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആ അടിസ്ഥാനപരമായിട്ടുള്ള ക്രമരഹിതമായ സ്വഭാവം, വിരോധാഭാസം എന്ന് പറയട്ടെ, നക്ഷത്രങ്ങൾക്ക് ശക്തി നൽകാനും ഗാലക്സികളുടെ ഘടന രൂപപ്പെടുത്താനും പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും
സഹായിക്കുന്നു. ക്വാണ്ടം നിയമങ്ങൾ ദൈനംദിന യാഥാർത്ഥ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാൻ നമുക്ക് സൂര്യനിലേക്ക് സൂം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നൂറ്റാണ്ടുകളായി സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് എന്താണെന്ന് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പുരാതന നാഗരികതകൾ സൂര്യനെ ഒരു ദൈവമായി കണക്കാക്കിയിരുന്നു. ഈജിപ്തുകാർ റേയെ ആരാധിച്ചു. ഗ്രീക്കുകാർ സൗരയൂഥത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഹീലിയോസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ശാസ്ത്രീയ ചിന്താഗതിക്കാരായ പണ്ഡിതന്മാർ വിവിധ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. 1800കളിൽ താപനിലയുടെ കേവല പൂജ്യം എന്ന ആശയം സ്ഥാപിച്ച ലോർഡ് കെൽവിൻ സൂര്യൻ്റെ ഊർജം വാതകത്തിൻ്റെ ഒരു വലിയ ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ സങ്കോചത്തിൽ നിന്നാണ് വരുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത് ഏതാനും ദശലക്ഷം വർഷങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നും ഭൂമിക്ക് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നുമുള്ള കണ്ടെത്തലുമായിട്ട് അത് ഒത്തുപോകുമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആറ്റങ്ങളിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയ ന്യൂക്ലിയസുകൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അത് ലഘു ന്യൂക്ലിയസുകൾ ചേർന്ന് വലിയ ന്യൂക്ലിയസ് ഉണ്ടാകുമ്പോൾ അഥവാ ഫ്യൂഷൻ എന്ന് വിളിക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ ധാരാളം ഊർജ്ജം പുറത്തുവിടുന്നു എന്നും അവർ മനസ്സിലാക്കി. ഇതായിരിക്കണം സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന സംവിധാനം എന്നവർ തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും സൂര്യൻ്റെ കാമ്പിൽ ഫ്യൂഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നതിന് വ്യക്തതയുണ്ടായിരുന്നില്ല. പ്രോട്ടോണുകളെല്ലാം പോസിറ്റീവ് ചാർജ് ഉള്ളവയാണ്. സൂര്യൻ്റെ അകക്കാമ്പിൽ താപനില ഏകദേശം 15 ദശലക്ഷം ഡിഗ്രി കെൽവിനോളം വരും. പ്രോട്ടോണുകൾക്ക് പരസ്പരം അകന്നു പോകാൻ കഴിയുന്ന ശക്തിയെ മറികടന്ന് കൂടിച്ചേരാൻ കഴിയില്ല, അതിനുള്ള ഊർജ്ജമില്ല എന്ന് കണക്കുകൾ കാണിച്ചു. അപ്പോൾ സൂര്യൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഹൈസൻബർഗിൻ്റെ അൺസർണിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സിലെ ദ്രവ്യത്തിൻ്റെ തരംഗ സ്വഭാവം കാരണം ഒരു പ്രോട്ടോണിന് സാധാരണയായി മതിയായ ഊർജ്ജമില്ലെങ്കിൽ പോലും ഇലക്ട്രിക്കൽ റിപ്പൾഷൻ സൃഷ്ടിക്കുന്ന ഊർജ്ജ തടസ്സങ്ങൾക്ക് ടണലിംഗ് എന്ന് പറയുന്ന ഒരു മാർഗം വഴി കടന്നു പോകാൻ കഴിയും. രണ്ട് പ്രോട്ടോണുകൾ പരസ്പരം അടുത്തു വരുമ്പോൾ അവയ്ക്കിടയിൽ ഒരു വികർഷണപരമായിട്ടുള്ള എതിർപ്പുണ്ടാകുമല്ലോ. അതാണ് ക്ലാസിക്കലായിട്ട് നമ്മൾ പറയുന്നത്. ആ ഒരു എതിർപ്പിനെ മറികടക്കാൻ പ്രോട്ടോണുകൾക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ പ്രോട്ടോണുകളുടെ വേവ് നേച്ചറിന് തടസ്സത്തിലൂടെ കടന്നു പോകാൻ കഴിയും. ഇത് അവയെ അടുത്തേക്ക് കൊണ്ടുവരാനും ശക്തമായ ന്യൂക്ലിയർ ശക്തി ഉപയോഗിച്ച് ഹീലിയമാക്കി മാറ്റാനും സഹായിക്കും. ഏതെങ്കിലും ഒരു കൂട്ടിയിടിയിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ സൂര്യൻ വളരെ വലുതാണ്. ധാരാളം പ്രോട്ടോണുകൾ അതുകൊണ്ട് കൂട്ടിയിടിക്കും. അതിനാൽ ഫ്യൂഷൻ സംഭവിക്കാനും നമ്മുടെ ഗ്രഹത്തെ ചൂടാക്കുന്ന സൂര്യപ്രകാശം ഉണ്ടാകാനും ഇത് ധാരാളമാണ്. ക്വാണ്ടം ടണലിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങൾക്ക് ഹൈഡ്രജനെ ഹീലിയത്തിലേക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുമായിരുന്നില്ല. നമുക്കൊരു ചൂടുള്ള സൂര്യനെയോ സ്ഥിരതയുള്ള സൗരയൂഥമോ ഉണ്ടാകുമായിരുന്നില്ല. ക്വാണ്ടം ഫീൽഡ് ചെറുതാണെങ്കിലും അത് വളരെ സ്ഥൂലമായ പ്രപഞ്ചത്തെ ഇങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനുള്ള ആദ്യത്തെ സൂചനയാണത്. പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന ക്വാണ്ടം എഫക്റ്റുകളുടെ മറ്റൊരു ഉദാഹരണം മൂലകങ്ങളുടെ സൃഷ്ടിയാണ്. സൂര്യൻ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുന്നു. എന്നാൽ കാർബൺ, ഓക്സിജൻ, സിലിക്കൺ, ഇരുമ്പ് തുടങ്ങിയ ഭാരമേറിയ മൂലകങ്ങൾക്ക് കൂടുതൽ തീവ്രമായ സാഹചര്യങ്ങൾ ആവശ്യമാണ്. സൂര്യനേക്കാൾ വളരെയധികം വലിപ്പമുള്ള നക്ഷത്രങ്ങൾക്ക് ചൂടുള്ളതും സാന്ദ്രതയേറിയതുമായ അകക്കാമ്പുകൾ ഉണ്ട്. അവിടെ അവയ്ക്ക് ഹീലിയത്തെ കാർബണായും ഓക്സിജനായും മാറ്റാൻ കഴിയും. പിന്നീട് കൂടുതൽ ഉയർന്ന താപനിലയിൽ അവയ്ക്ക് ഇരുമ്പ് വരെയുള്ള ഭാരമേറിയ ന്യൂക്ലിയസുകൾ നിർമ്മിക്കാൻ കഴിയും. എന്നാൽ ഈ മൂലകങ്ങൾ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഗ്രഹങ്ങളും ജീവജാലങ്ങളും ഉണ്ടാകണമെങ്കിൽ ഈ മൂലകങ്ങൾ എങ്ങനെ പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരും? ഇതിനുള്ള ഉത്തരമാണ് വലിയ നക്ഷത്രങ്ങൾ സൂപ്പർനോവകളായി പൊട്ടിത്തെറിക്കുന്നു എന്ന മറുപടി. ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന രാസവസ്തുക്കൾ ബഹിരാകാശത്തേക്ക് ചിതറിത്തെറിക്കുന്നു. ഗുരുത്വാകർഷണം പിന്നീട് അവയെ വാതക ധൂളി മേഘങ്ങളിലേക്ക് ആകർഷിക്കുകയും അതായത് നെബുലകളായി മാറ്റുകയും അത് പുതിയ നക്ഷത്ര സംവിധാനങ്ങളായി മാറുകയും ചെയ്യുന്നു. ഒരു നക്ഷത്രം സൂപ്പർനോവയായി മാറുന്ന പ്രക്രിയയും ക്വാണ്ടം ഭൗതികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂട്രിനോയുടെ പങ്ക്. ന്യൂട്രിനോകൾ വളരെ ഭാരം കുറഞ്ഞതും വൈദ്യുത ചാർജ് ഇല്ലാത്തതുമായ കണങ്ങളാണ്. അവ ദുർബലമായ ന്യൂക്ലിയർ ശക്തിയിലൂടെയാണ് പ്രതിപ്രവർത്തിക്കുന്നത്. അതായത് അവ ദ്രവ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്നുമില്ലാത്തതുപോലെയാണ് അനുഭവപ്പെടുക. എന്നാൽ ഒരു സൂപ്പർനോവയുടെ കാമ്പിൽ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ചേർന്ന് ന്യൂട്രോണുകളായി മാറുന്നതിൻ്റെ ഫലമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ട്രില്യൺ കണക്കിന് ന്യൂട്രിനോകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ന്യൂട്രിനോകൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ദ്രവ്യവുമായി കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി നക്ഷത്രത്തിനെ പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്നു. ഈ സമയം ദുർബലമായ പ്രതിപ്രവർത്തനം ഭാവിയിലെ സൗരയൂഥങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആവശ്യമായ മൂലകങ്ങളെ പ്രപഞ്ചത്തിലേക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ക്വാണ്ടം ഫിസിക്സ് നക്ഷത്രങ്ങൾക്ക് പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് ഒരൊറ്റ ഇടിയിൽ മുഴുവൻ പ്രപഞ്ചത്തെയും ഉണ്ടാക്കുമോ? എർവിൻ ഷ്രോഡിഞ്ചർ, വെർണർ ഹൈസൻബർഗ്, ഹ്യൂ എവറസ്റ്റ് മൂന്നാമൻ തുടങ്ങിയവരുടെ മനസ്സിൽ രൂപം കൊണ്ട ആശയമാണിത്. ക്വാണ്ടം സിദ്ധാന്തത്തിൽ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് വിവരിക്കുന്നത്.
ഇതൊരു പ്രത്യേക സ്ഥലത്ത് ഇലക്ട്രോണിനെ കണ്ടെത്താനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നിലധികം ഇലക്ട്രോണുകളോ കണികകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം ഒരൊറ്റ വേവ് ഫംഗ്ഷനായി സംയോജിപ്പിക്കാൻ കഴിയും. അത് എല്ലാ കണികകളുടെയും സാധ്യതകളെ ഒരേ സമയം വിവരിക്കുന്നു. അതിനാൽ നമുക്ക് കഴിയുന്നത്ര വലുതായി ചിന്തിച്ചാൽ മുഴുവൻ പ്രപഞ്ചത്തിനും ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. പ്രപഞ്ചത്തെ ക്വാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കാമെന്ന ആശയം വിവാദപരമായ മെനി വേൾഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന കാഴ്ചപ്പാടുൾപ്പെടെ നിരവധി വ്യാഖ്യാനങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. ഒരു ക്വാണ്ടം സിസ്റ്റം ലോകവുമായി സംവദിക്കുമ്പോൾ അതൊരൊറ്റ ഫലത്തിലേക്ക് ചുരുങ്ങുന്നില്ല എന്നും എല്ലാ സാധ്യതകളിലേക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നുവെന്നും ഹ്യൂജ് എവററ്റ് വാദിച്ചു. ഇതാണ് വിഭജിക്കപ്പെടുന്ന പ്രപഞ്ചങ്ങൾ അഥവാ മൾട്ടിവേഴ്സ് എന്ന ആശയം. ചില യൂണിവേഴ്സുകളിൽ നിങ്ങളൊരു ചിത്രകാരനായിരിക്കാം, മറ്റൊന്നിൽ നിങ്ങളൊരു ലോകോത്തര കായിക താരമായിരിക്കാം. നമ്മൾ മറ്റ് പ്രപഞ്ചങ്ങളെ കാണുന്നില്ല. അതിനാൽ ഈ ആശയം ഇപ്പോഴും ഒരു ചർച്ചാ വിഷയം മാത്രമാണ്. എന്നാൽ ക്വാണ്ടം സിദ്ധാന്തത്തെ മുഖവിലക്കെടുത്ത് എല്ലാത്തിനും ഒരുപോലെ ബാധകമാക്കുമ്പോൾ തോന്നുന്ന ഒരു കണ്ടെത്തൽ മാത്രമാണിത്. സ്റ്റീഫൻ ഹോക്കിംഗ് പോലും പ്രപഞ്ചത്തിൻ്റെ ക്വാണ്ടം ഒറിജിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ജിം ഹാർട്ടിലുമായി ചേർന്ന് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ സ്ഥലവും സമയവും വ്യക്തമായി വേർതിരിക്കപ്പെട്ടിരുന്നില്ല എന്ന് വാദിച്ചു. അതായത് മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളിൽ സമയം ഒരു അധിക സ്ഥലമാനമായി പ്രവർത്തിച്ചിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ T=0 എന്ന് വിളിക്കാവുന്ന ഒരു വ്യക്തമായ നിമിഷം ഉണ്ടാകില്ല. ഒരു നിശ്ചിത സാന്ദ്രതയുള്ള ഒരു നിമിഷം ഉണ്ടാകില്ല. പകരം സമയമെന്ന ആശയം ഇല്ലാത്ത ഒരിടത്ത് നിന്ന് പ്രപഞ്ചം സുഗമമായി രൂപം കൊണ്ടിരിക്കാം. ഈ ആശയങ്ങളെല്ലാം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയ്ക്കെല്ലാം പൊതുവായിട്ടുള്ളൊരു കാര്യം, പ്രപഞ്ചം ചൂടുള്ളതും സാന്ദ്രതയേറിയതും ചെറുതുമായിരുന്ന സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുണ്ട് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. ആധുനിക കോസ്മോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ക്വാണ്ടം മെക്കാനിക്സിനെ ആശ്രയിച്ചിരിക്കുന്നത്, അതായത് കോസ്മിക് ഇൻഫ്ലേഷൻ. 1981 അലൻ ഗുത്ത് നിർദ്ദേശിച്ച ഈ സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ സ്ഥലം ഇപ്പോൾ കാണുന്നതിലും വളരെ വേഗത്തിൽ വികസിച്ചിരുന്നു എന്നാണ്. ഇതിന് കാരണം കണികാ ഭൗതികശാസ്ത്രത്തിലെ പല സിദ്ധാന്തങ്ങളും മാഗ്നറ്റിക് മോണോപോളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ്. എന്നാൽ അവയൊന്നും കണ്ടെത്താനായിട്ടില്ല. ചുളിവുകളുള്ള ഒരു ബലൂൺ സങ്കല്പിക്കുക. അത് നിങ്ങൾ പെരുപ്പിക്കുമ്പോൾ അത് ചെറിയ ചുളിവുകളിൽ നിന്ന് വലിയ പാറ്റേണുകളായി മാറും. ആദ്യകാല പ്രപഞ്ചത്തിൽ ക്വാണ്ടം ഫ്ലക്ച്വേഷനുകൾക്ക് കാരണം സാന്ദ്രതയിലുണ്ടായ ചെറിയ വ്യത്യാസങ്ങളായ ചുളിവുകളാണ് എന്ന് പറയാം. ഇൻഫ്ലേഷൻ അവസാനിച്ചതിന് ശേഷം ഈ സാന്ദ്രതാ വ്യത്യാസങ്ങൾ അവിടെ തന്നെ നിലനിന്നിരിക്കണം. പിന്നീട് പ്രപഞ്ചം തണുത്തപ്പോൾ സാധാരണ ദ്രവ്യം കൂടുതലായി സാന്ദ്രതയുള്ള പ്രദേശങ്ങളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ കൂട്ടങ്ങൾ ഗാലക്സികളായി പരിണമിച്ചു. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായി. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ഘടനയും, അതായത് നമ്മുടെ ക്ഷീരപഥം ഉൾപ്പെടെ എല്ലാം ഗാലക്സികളുടെയും ഗാലക്സി കൂട്ടങ്ങളുടെയും ഒക്കെ ഫലമാണ്. പ്രപഞ്ചത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലുണ്ടായ ക്വാണ്ടം തരംഗങ്ങളിൽ നിന്ന് രൂപം കൊണ്ടിട്ടുണ്ടായവയാണ് പിന്നീടിവയെല്ലാം. ടെലിസ്കോപ്പുകളിലൂടെ നിങ്ങൾ കാണുന്ന ഗാലക്സി വളരെ ചെറിയ ക്രമരഹിതമായ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് ഉണ്ടായി ഗുരുത്വാകർഷണത്താൽ രൂപം കൊണ്ടതാണ് എന്ന് പറയുന്നത് പോലെ ഇത് വളരെ മനോഹരമായൊരു എക്സ്പ്ലനേഷനാണ്. മുഴുവൻ പ്രപഞ്ചവും ഒരു വലിയ തോതിലുള്ള ക്വാണ്ടം ഫ്ലക്ച്വേഷനിലൂടെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്നത് യുക്തിസഹമാണ്. 1973 ഭൗതിക ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ട്രയോൺ പ്രപഞ്ചം ഒരു ശൂന്യമായ സ്ഥലത്തിൻ്റെ ഫ്ലക്ച്വേഷൻ മാത്രമായിരിക്കാം എന്ന ആശയം മുന്നോട്ട് വച്ചു. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഊർജ്ജമാണ് കോസ്മോളജിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ദ്രവ്യം എന്ന് പറയുന്നതിന് നമ്മൾ E=mc² അനുസരിച്ച് ഊർജ്ജം കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദ്രവ്യം പോസിറ്റീവാണെന്ന് നമുക്കറിയാം. എന്നാൽ ഗുരുത്വാകർഷണത്തിൻ്റെ സാധ്യതയുള്ള ഊർജ്ജം നെഗറ്റീവാണ്. ഒരുപക്ഷെ ഈ പോസിറ്റീവും നെഗറ്റീവും പരസ്പരം റദ്ദാകുമ്പോൾ മൊത്തം ഊർജ്ജം 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0 ഊർജ്ജം അഥവാ എംപ്റ്റിനെസ്സിൽ നിന്ന് എടുക്കാൻ ക്വാണ്ടം നിയമങ്ങൾ അനുവദിച്ചേക്കും. അത് കാരണം മൊത്തം ഊർജ്ജം 0 ആണെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും പ്രത്യക്ഷപ്പെടാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറികൾ അനുവദിക്കുന്നു. ട്രയോൺ ഇങ്ങനെ തമാശയായി പറഞ്ഞു, നമ്മുടെ പ്രപഞ്ചം ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. എന്നാൽ ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസിന് കാരണമാകുന്ന ക്വാണ്ടം ഫീൽഡുകൾ പോലും ശൂന്യതയിൽ നിന്ന് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഒരു ക്വാണ്ടം ഫീൽഡിനെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു മുൻപ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടങ്ങനെ കിടക്കുകയാണ്. ക്വാണ്ടം മെക്കാനിക്സിന് പ്രപഞ്ചത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ച് നമ്മളോട് പറയാൻ കഴിയും എന്നതാണ് അതിലും അതിശയിപ്പിക്കുന്ന കാര്യം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പുതിയ നക്ഷത്രങ്ങളുടെ രൂപീകരണം കുറയും. ഒടുവിൽ ചെറിയ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ മാത്രമേ രൂപം കൊള്ളുകയുള്ളൂ. പിന്നീട് ആ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ പോലും ഇല്ലാതാകും. വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ എന്നിവയായിരിക്കും ഈ പ്രായമായ പ്രപഞ്ചത്തിൽ പ്രധാനമായിട്ടും അതിജീവിക്കുക. എന്നിരുന്നാലും ക്വാണ്ടം മെക്കാനിക്സ് ഇവിടെയും പ്രവർത്തിക്കും. ന്യൂക്ലിയർ ഇന്ധനം തീർന്ന ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമോ ന്യൂട്രോൺ നക്ഷത്രമോ സങ്കല്പിക്കുക.
ഗുരുത്വാകർഷണം അതിനെ വീണ്ടും തകർക്കാൻ ശ്രമിക്കും. എന്നാൽ അതിനകത്തുള്ള ഇലക്ട്രോണുകൾക്കും ന്യൂട്രോണുകൾക്കും ഒരേ ക്വാണ്ടം അവസ്ഥയിലിരിക്കാൻ സാധിക്കില്ല. ഇതിനെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. ഇത് ക്വാണ്ടം ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു ഫലമാണ്. ഈ പ്രതിഭാസം ഡീജനറസി പ്രഷർ എന്ന ക്വാണ്ടം പ്രഷറിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഗുരുത്വാകർഷണത്തെ അത് പ്രതിരോധിക്കുന്നു. ഇങ്ങനെയാണ് ചില നക്ഷത്രങ്ങൾ പെട്ടെന്ന് തകർന്നു പോകാത്തത്. നക്ഷത്രം ഇരുണ്ടതാണെങ്കിലും അവശേഷിക്കുന്ന ചൂടുകൊണ്ട് വളരെ നേരിയ പ്രകാശം അക്കാലത്ത് പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് അതങ്ങനെ വളരെ കാലം നിലനിൽക്കും. തമോദ്വാരങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതും അങ്ങനെയല്ല. സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ഹോക്കിംഗ് റേഡിയേഷൻ എന്ന ആശയം ഈവൻ ഹൊറൈസണിലെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഹൊറൈസണിന് സമീപം ഒരു വിർച്വൽ കണികാ ജോഡി സ്വയമേ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതിൽ ഒരു കണിക തമോദ്വാരത്തിലേക്ക് വലിച്ചെടുക്കുകയും മറ്റൊന്ന് പുറത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ രക്ഷപ്പെടുന്ന കണികകൾക്ക് നൽകാനായി തമോദ്വാരം അതിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജം എന്ന് പറയാം അത് കുറയ്ക്കുന്നു. ഒരുപാട് കാലം കഴിയുമ്പോൾ തമോദ്വാരം പൂർണ്ണമായും ഇല്ലാതാവുകയും വികിരണം മാത്രം അവശേഷിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തുക്കൾക്ക് പോലും ഒടുവിൽ നാശമുണ്ട് എന്ന് ക്വാണ്ടം മെക്കാനിക്സ് നമ്മളോട് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സ് എന്നത് ആറ്റങ്ങൾക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ വിചിത്രമായ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, ഇത് നക്ഷത്രങ്ങളുടെ ജീവിതവുമായും മരണവുമായും ഗാലക്സികളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനുമായും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാലഗണനയെയും ഇതുപയോഗിച്ച് വിശദീകരിക്കാം. അപ്പോൾ നമ്മളെ വലിയ ചോദ്യങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ എവിടെ നിന്ന് വരുന്നു? കണ്ടെത്താൻ കാത്തിരിക്കുന്ന ഒരു ആഴത്തിലുള്ള സിദ്ധാന്തം അവിടെയുണ്ടോ? ഏകദേശം ഒരു നൂറ്റാണ്ടായി ക്വാണ്ടം ഫിസിക്സിനെയും ഐൻസ്റ്റീൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തെയും ലയിപ്പിക്കുന്ന ഒരു ഏകീകൃത സിദ്ധാന്തത്തിനായി ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ദ്രവ്യവും ഊർജ്ജവും എങ്ങനെയാണ് സ്ഥലകാലത്തെ രൂപപ്പെടുത്തി ഗുരുത്വാകർഷണം ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു. ക്വാണ്ടം ഫിസിക്സ് കണികളുടെ ശക്തിയെക്കുറിച്ചും സൂക്ഷ്മ ലോകത്തെക്കുറിച്ചും പറയുന്നു. പ്രത്യക്ഷത്തിൽ ഈ സിദ്ധാന്തങ്ങൾ ഗണിതശാസ്ത്രപരമായ ഭാഷയിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ലയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അർത്ഥമില്ലാത്ത ഇൻഫിനിറ്റികളാണ് ഇക്വേഷനുകളിൽ ഉണ്ടാകുന്നത്. ആളുകൾ പല സമീപനങ്ങളും പരീക്ഷിച്ചു. അതിലൊന്നാണ് സ്ട്രിംഗ് തിയറി. എല്ലാ കണങ്ങളും ഒന്നിലധികം അളവുകളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വലിയ ലൂപ്പുകളാണെന്ന് സങ്കല്പിക്കുന്നു. ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി ഇത് സ്ഥലകാലത്തെ അളക്കാൻ ശ്രമിക്കുന്നു. ഓരോന്നും ഗണിതശാസ്ത്രപരമായി ശരിയാണ്. പക്ഷേ ഇതിലേതാണ് കൂടുതൽ ശരിയെന്നോ യഥാർത്ഥ റിയാലിറ്റി എന്നോ പറയാൻ കഴിയുന്ന രീതിയിലുള്ള പരീക്ഷണമോ തെളിവുകളോ ലഭ്യമല്ല. സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്ന സിംഗുലാരിറ്റി ഉണ്ടല്ലോ, അവിടെ അനന്തമായ സാന്ദ്രതയും അനന്തമായ പ്രഷർ എന്നിവയൊക്കെ തന്നെ ഒരു പോയിന്റിൽ എങ്ങനെ വരും എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറയുന്ന സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം തമോദ്വാരങ്ങളുടെ മധ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ക്ലാസിക്കൽ സിദ്ധാന്തത്തിൽ എല്ലാം ഒരു ഇൻഫിനിറ്റായ ചെറിയ പോയിന്റിലേക്ക് വന്ന് കൊളാപ്സ് ചെയ്യുന്നു എന്ന് പറയും. എന്നാൽ ക്വാണ്ടം സിദ്ധാന്തം ഒന്നിനെയും ഇൻഫിനിറ്റിയായി മാറാൻ അനുവദിക്കില്ല. ഇത്തരമൊരു ഏകീകരണം മഹാവിസ്ഫോടനത്തെക്കുറിച്ച് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞേക്കാം. ഒരുപക്ഷെ പ്രപഞ്ചം അനന്തമായ ഒരു പോയിന്റിലേക്ക് ചുരുങ്ങാതെ ഒരു ക്വാണ്ടം അവസ്ഥയിൽ നിലനിൽക്കാം. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് സമയം എന്ന് പറയുന്നത് മഹാവിസ്ഫോടനത്തിന് മുമ്പുള്ള ഒരു കോസ്മോളജിക്കൽ ചക്രത്തിലേക്ക് നീളുന്നു എന്നാണ്. അതിനാൽ നമ്മൾ ഈ തുടക്കം എന്ന് വിളിക്കുന്നത് ഒരു മുൻപുള്ള തകർച്ചയിൽ നിന്നുള്ള ഒരു മാറ്റം മാത്രമായിരിക്കാം. അതായത് പ്രപഞ്ചം ശൂന്യതയിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥലത്തിനും സമയത്തിനും പുറത്തുള്ള ക്വാണ്ടം ഫീൽഡുകളിൽ നിലനിൽക്കുന്ന ഒരു മെറ്റാ റിയാലിറ്റിയിൽ നിന്നോ സ്വയമേ പ്രത്യക്ഷപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. ഈ വലിയ ഊഹാപോഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രത്തിനും തത്വചിന്തയ്ക്കും ഇടയിൽ നിൽക്കുകയാണ്. ഒരു വശത്ത് നിരീക്ഷണപരമായ തെളിവുകൾ ശേഖരിക്കുകയും പരീക്ഷിക്കാൻ കഴിയുന്ന പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ശാസ്ത്രീയ സമീപനം. ഇൻഫ്ലേഷണറി മോഡൽ തുടക്കത്തിലൊരു സിദ്ധാന്തപരമായ പരിഹാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സൂചനയാണ്. മറുവശത്ത് വ്യത്യസ്ത ഭൗതിക നിയമങ്ങൾക്കുള്ള ഒന്നിലധികം പ്രപഞ്ചങ്ങൾ എന്ന ആശയം അല്ലെങ്കിൽ മൾട്ടിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം. അതിനപ്പുറമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ നമുക്ക് നേരിട്ട് യാതൊരു മാർഗവും ഇല്ല. അതിനാൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന കോസ്മിക് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ പരമാവധി ശ്രമിക്കുന്നു. ഗാലക്സികളുടെ പാറ്റേണുകളിലോ ഗുരുത്വാകർഷണ തരംഗങ്ങളിലോ അല്ലെങ്കിൽ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലത്തിലോ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലോ ആദ്യ നിമിഷങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കണ്ടെത്താനാണ് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ